തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞാൻ ഇതൊരു ചാരിറ്റി ആയിട്ടാണ് തുടക്കത്തിൽ ഇത് ഏറ്റെടുത്തത്. കാരണം എനിക്ക് മാറിയിട്ടുള്ള ഈ ഒരു സംഭവം ഞാൻ എന്ത് ചെയ്ത്, മുമ്പോട്ട് എന്റെ നാട്ടില് ഒരുപാട് ആളുകളുണ്ട് വേദന കൊണ്ട് പ്രയാസം, ഇതേ ഡിസ്കിന്റെ വിഷയം തന്നെയുള്ള ആളുകളുണ്ട്, അതേപോലെ പല അസുഖങ്ങളുള്ള ആളുണ്ട്. പക്ഷെ അവിടെ ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു റിസൾട്ട് എന്റെ നാട്ടിലുള്ള ആളുകളിലേക്ക് എത്തിക്കണം. അവര് പിന്നെ ഞാൻ തൊട്ട് മുമ്പേ എന്താ പറയാ, ബാംഗ്ലൂർ വരെ പോയിണ്ട് ഈ ഒരു ചികിത്സക്ക് വേണ്ടിയിട്ട്. കോഴിക്കോട് ജില്ല മൊത്തം പോയി എല്ലാരെയും കാണിച്ച് ഡിസ്കിന് പ്രശ്നത്തിന് പിന്നെ നട്ടെല്ലിന് സൂചി വരെ വെച്ച് ആളാ. 5 വർഷം എല്ലാ വർഷത്തിലും പോയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഉഴിച്ചില് നടത്തിയിട്ടുണ്ട്. അയിമേലൊന്നും ഒരു കാര്യമില്ലാന്ന് മനസ്സിലായത്. നമ്മൾ പറയല്ലോ മുറ്റത്തെ മുല്ലക്ക് മണമില്ല. പക്ഷെ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് കൊണ്ട തന്നിട്ടുള്ളത് എന്റെ ഫാമിലിയിലുള്ള ഒരു സുഹൃത്താ. അപ്പൊ അവര് കൊണ്ട തന്ന സമയത്ത് ഞാൻ തീരെ ഇതെന്ത് ചെയ്തില്ല, മൈൻഡ് ചെയ്തില്ല. കാരണം അവിടെ ഞാൻ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചിട്ട് പോലും മാറാത്ത ഒരു സംഭവം ഒരിക്കലും ഈ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഈ ഒരു വ്യക്തി കൊണ്ട തന്ന പ്രോഡക്റ്റ് കൊണ്ട് മാറൂല എന്ന് ഞാൻ മുമ്പേ എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അവർക്ക് എന്തോ 10 റുപ്യ കിട്ടാനാണ് അവര് കൊണ്ടുപോകുന്നത് എന്നുള്ള നിലക്കാ ഞാൻ അവരോട് അത് വാങ്ങി വെച്ചത്. പക്ഷെ ഞാനത് പൊട്ടിച്ചു നോക്ക പോലും തുടക്കത്തിൽ ചെയ്തില്ല. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞ സമയത്താണ് അവര് വിളിക്കുന്നത്, എങ്ങനെയുണ്ട്, മാറ്റണ്ടോ? ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പൊ എന്റെ കുഴപ്പമില്ല എന്നുള്ള പറച്ചിൽ അവർക്ക് എന്തോ ഒരു കുഴപ്പം തോന്നി. അവര് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന സമയത്ത് എന്നോട് ചോദിച്ചു, എവിടെ പ്രൊഡക്റ്റ് ഒക്കെ കഴിയാനായോ? അവിടെ ഞാൻ എന്ത് ചെയ്ത് പിടിക്കപ്പെട്ടു. അപ്പൊ ഞാൻ ഓരോട് പറഞ്ഞ എന്ത്, ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ എനിക്ക് മാറൂല, പ്രത്യേകിച്ച് നിങ്ങളൊരു ഡോക്ടർ അല്ല, ഇത് ഉള്ളിലേക്ക് കുടിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയൂല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭയമുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ഇതിലും വലിയ ലക്ഷങ്ങൾ ഞാൻ മുടക്കി ചികിത്സ നടത്തിയിട്ട് മാറാത്തൊരു സംഭവം. അപ്പൊ അവിടെ നിങ്ങൾ ഈ 2000 റുപ്യ എനിക്ക് അന്ന് നിസ്സാര. നമ്മൾ പറയും, പല ആളുകളും പറയുന്നുണ്ട് നമ്മളെ പ്രോഡക്റ്റിന് റേറ്റ് ആണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രോഡക്റ്റിന് ഒരു വിലയില്ല ഇതിന്റെ മുമ്പിൽ. കാരണം ഒരു 2000 റുപ്യന്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ ഉപയോഗിച്ചത്. പക്ഷെ ഒരുപാട് പൈസ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടർമാർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇത് ഒന്നുമല്ല. അപ്പൊ ആ സമയത്ത് അവര് പറയുന്നത്, തുടക്കത്തിൽ ഇവരും പറഞ്ഞ നല്ല പ്രോഡക്റ്റ് ആണ്, മാറും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. പക്ഷെ അന്നൊന്നും നമ്മളെ മൈൻഡിലേക്ക് കേറിയിട്ടേ അല്ല. അപ്പൊ ഇവര് ചെയ്തത് എന്താ വെച്ചാല്, എന്റെ വീട്ടിലുള്ള പ്രോഡക്റ്റ് എടുത്തിട്ട് അവര് ഉള്ളിലേക്ക് കഴിക്കാനുള്ള നോവേദന ക്യാപ്സ്യൂള് മാത്രം, അത് അന്നേരം പൊട്ടിച്ചിട്ട് അതിലൊന്നും ഒരെണ്ണം എടുത്ത് അവര് കഴിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കും ഡിസ്കിന്റെ പ്രശ്നം ഉണ്ടോ? അപ്പോഴാണ് അവര് പറയുന്നത്, എനിക്ക് ഒരു ഡിസ്കിന്റെ പ്രശ്നമില്ല, പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ഈ ഗുളിക കുടിച്ചെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവര് പറയുന്നത്, എന്ത്, ഇത് ശരിക്ക് ക്യാപ്സ്യൂൾ അല്ല, ഇത് ക്യാപ്സ്യൂൾ രൂപത്തിൽ വരുന്ന ഒരു സംഭവം മാത്രമാണ്. പക്ഷെ ഇതെന്തല്ല, ഇത് മരുന്നല്ല, മരുന്നിന്റെ ഗണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണ്ട. ഇത് പക്ക ഫുഡ് ഐറ്റംസ് ആണ്. ഇതിനി മക്കൾ എടുത്ത് കുടിച്ചു പോയാൽ പോലും യാതൊരു പ്രശ്നവുമില്ല. ഞമ്മക്ക് കിട്ടേണ്ട പോഷകങ്ങളാണ് ഇതിലുള്ളത്. അങ്ങനെ കുറെ കാര്യം പറഞ്ഞു തന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇതാണ് എന്നുള്ള എനിക്ക് മനസ്സിലാവുന്നത്. അതാ ഞാൻ തുടക്കത്തിലേ നിങ്ങളോട് പറഞ്ഞത്. പല ആളെയും കാണുമ്പോ നമ്മൾ എന്ത് ചെയ്യും, 2-10 കിട്ടുന്നത് വരെ ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് ഓൽക്കൊറ്റൊന്നും മനസ്സിലാവുകയില്ല. അതേസമയം ഇതെന്ത് ഏത് എന്നുള്ളത് നിസാരമായിട്ട് 2 മണിക്കൂർ പറയേണ്ടത് അല്ലെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കാര്യങ്ങൾ പറയാം. പല സാഹചര്യത്തിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ പ്ലാനിങ് ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. എങ്ങനെയാ വെച്ചാല്, ഒരാളെ പെട്ടെന്ന് നമ്മൾ കണ്ട്, പക്ഷെ അവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ഇവിടുന്ന് കാട് കേറിയിട്ട് ഐഡിയ അടിക്കുന്നത് മുതൽ ഹോം മീറ്റിംഗ്, വർക്ക്ഷോപ്പ്, GTS അതെല്ലാം കൂടി പറഞ്ഞ് 2-10 കിട്ടി 4 ആളെ പേര് പറഞ്ഞെല്ലാം കൂടി ഇതാക്കുമ്പോക്ക് ഒറ്റയടിക്ക് പറയുന്ന ആളുകളെ മനസ്സിൽ വട്ട സീറോ ആയിരിക്കും. അവിടെ എന്ത് ചെയ്യണം, 2 മണിക്കൂർ കൊണ്ട് പറയേണ്ടത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ പ്ലാൻ പറയാം. നിസാരമായിട്ട് നമ്മൾ പറയാം, ഇതെന്താണ് സംഭവം. ഇപ്പം പ്രത്യേകിച്ച് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമാണല്ലോ. അപ്പൊ നമ്മളെ പഞ്ചായത്തില് ഞാൻ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോയിണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, അവരുണ്ട്, അവിടെ വന്നിട്ടുള്ള ഒരു വ്യക്തിനിയായിട്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. എനിക്കാണെ അന്നേരം സമയം തീരെയില്ല. പക്ഷെ വിട്ടില്ല. അവിടെ ഞാൻ എന്ത് ചെയ്ത്, 2 മണിക്കൂർ കൊണ്ട് പറയേണ്ടത് 5 മിനിറ്റ് കൊണ്ട് അവരോട് പറഞ്ഞ്, എന്താ ഞമ്മക്ക് 5 മിനിറ്റ് കൊണ്ട് പറയാം, നമ്മക്ക് ഈ ID ഫ്രീ ആണ്.
അതേപോലെ പ്രൊഡക്റ്റ് ഹോൾസെയിൽ റേറ്റിന് കിട്ടും, അത് MRPക്ക് നമുക്ക് കൊടുക്കാം. ഇത് ബിസിനസ് ആയിട്ട് ചെയ്യുകയാണെ നാളുകൾ നിങ്ങൾ വീട്ടിലിരുന്നാൽ പോലും നിങ്ങൾക്ക് വരുമാനം വരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും. ഞമ്മളെ താഴെ വന്നിട്ടുള്ള ഒന്നോ രണ്ടോ ആളുകളെ കഴിവുള്ള, ഞമ്മക്ക് ഒരു കഴിവുണ്ടാവില്ല, പക്ഷെ ഞമ്മളെ താഴെ കഴിവുള്ള ഒന്നോ രണ്ടോ ആളുകള് നിങ്ങളെ ഫാമിലിയിലോ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പിലോ ഉള്ള ആളുകളെ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാ, കണക്ട് ചെയ്യാ, ചെയ്തു തരാം. തുടക്കത്തിൽ ഇവരൊക്കെ മനസ്സിൽ എന്താ, ഇത് ബാഗിലിട്ട് നടക്കണം, ഇത് വിൽക്കാൻ നടക്കണം. പക്ഷെ അതൊന്നും ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളൊന്നും ഏറ്റെടുക്കൂല. ഇനി ഏറ്റെടുത്തിട്ടുള്ള പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. 2 വർഷം ഫുള്ള് സെയിലിംഗ് നടത്തിയ ഒരു വ്യക്തി എന്റെ ടീമില്, അല്ല വേറൊരു ടീമില്. അപ്പോ സെയിലിംഗ് നടത്തുന്നുണ്ട് ഇയാള്. പക്ഷെ ഇവര് സെയിൽ ചെയ്യുന്ന വീട്ടില് ഞാൻ എന്ത് ചെയ്ത്, പ്ലാൻ പറഞ്ഞെടുത്ത് ഐഡിയ അടിച്ച് പ്രോഡക്റ്റ് എടുപ്പിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു, മുമ്പേ ഞാൻ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ട്, അടിപൊളി പ്രോഡക്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൊടുത്ത സമയത്ത് എന്താ പറഞ്ഞ വെച്ചാല്, ഇതില് വില ഇത്ര ഒന്നല്ലല്ലോ, ഒരു കൂടുതൽ വില വാങ്ങിയിട്ടുണ്ടല്ലോ, പേസ്റ്റിന് 194 വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾ 143 വാങ്ങുന്നുള്ളല്ലോ എന്ന് പറഞ്ഞു. അപ്പയാണ് ഞാൻ അവര് പറയുന്നത് എന്ത്, ഇത് സ്ഥിരമായിട്ട് ഞങ്ങൾ 194 വാങ്ങിയ, പക്ഷെ ഇതൊരു കച്ചവടാന്നൊന്നും അവര് പറഞ്ഞു തന്നില്ല. ചിന്തിക്കണം നമ്മള്. നമ്മൾ എന്താ ചെയ്യുന്നത്, സെയിൽ ചെയ്യുന്ന ആളുകൾക്ക് സെയിലിംഗ് വേണം. പക്ഷെ ഒരിക്കലും സെയിലിംഗ് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. ഞമ്മക്ക് വേണ്ടി എന്താണ്, ശരിക്കും 10 കടകൾ, നമ്മൾ ഒരു കടക്ക് പകരം എന്ത് ചെയ്യാ, 10 കടകൾ ഇടുക. അതിൽ നിന്ന് 10 കടയിൽ നിന്നും 1000 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഒരു 10 കടയിൽ നിന്നും കൂടി ഒരു ദിവസം നമുക്ക് 10,000 കിട്ടുന്നു. അവിടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിന്റെ പ്ലാനാണ് ചിന്തിക്കേണ്ടത്. എന്നും നമ്മൾ എല്ലാരും എടുത്തും പോയിട്ട് ഇത് അടിപൊളി പ്രോഡക്റ്റ് ആണ്, ഇത് തലയിൽ തേച്ചാൽ മുടി കൊയ്യൂല, തലവേദന മാറും, മൈഗ്രെയിന്റെ പ്രശ്നം മാറും, അല്ലെങ്കിൽ ചാമ്പി കൊടുത്താല് വേദനക്ക് മാറ്റുണ്ട്, ഇത് മാത്രം നിങ്ങൾ പറഞ്ഞുകൊടുക്കരുത്. ശരിക്കും ഇന്നത്തെ ന്യൂ ജനറേഷൻ വരുമാനം ഏത് രീതിയിൽ വാങ്ങാൻ കഴിയും, അത് ഏറ്റവും എളുപ്പത്തിലാണ് ഇന്നത്തെ മക്കൾക്കൊക്കെ അറിയേണ്ടത്. അവിടെ നമ്മൾ സിമ്പിൾ ആയിട്ട് എന്ത് പറയണം, സെയിലിംഗ് അവരെ പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്നത്. പല ആളുകളും പഠിപ്പിക്കുന്നത് സെയിലിങ്ങിലേക്കാണ്. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, പ്ലാനിങ്. ഞാൻ 1.5 മാസം വീട്ടിൽ മഞ്ഞപ്പിത്തായിട്ട് കിടന്ന സമയത്തും ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയിട്ടുള്ള മാസം ആ മാസം. കാരണം എന്ത് വെച്ചാല് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ടീമായിണ്ട്. നമ്മൾ മുറ്റത്തിറങ്ങിയില്ലെങ്കിൽ പോലും വരുമാനം കിട്ടുന്ന ഒരു അവസരം ഇതിലുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഈ ഒരു പിന്നെ സത്യപ്രതിജ്ഞ ചടങ്ങിന് പോയ സമയത്ത് അവരോട് കറക്റ്റ് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഓൾക്ക് ഒന്ന് മനസ്സിലായത്, ഇതിൽ ജോയിൻ ചെയ്യാൻ 1 രൂപ പോലും വേണ്ട, ഫ്രീ ആണ് ഐഡി അടിക്കാന്. അതേപോലെ പിന്നെ ഹോൾസെയിൽ റേറ്റിന് സാധനം കിട്ടും. അതേപോലെ എന്ത് ചെയ്യണ്ട, ഡസൺ കണക്കിന് എടുക്കേണ്ട, ഒരു പേസ്റ്റ് വേണമെങ്കിൽ പോലും ഐഡി അടിച്ചാല് ഹോൾസെയിൽ റേറ്റിൽ കിട്ടും. അതൊക്കെ അവർക്കൊരു പുതിയ അറിവാ. കാരണം നമ്മളൊരു മാക്സി ഒരു 10 എണ്ണോ 20 എണ്ണോ എടുത്താൽ മാത്രമേ അവര് ഹോൾസെയിൽ റേറ്റിന് ഏത് ഷോപ്പുകാരും കൊടുക്കുള്ളൂ. അവിടെ ഒരു മാക്സി എടുക്കുകയാണെങ്കിൽ പോലും ഇവിടെ ഹോൾസെയിൽ റേറ്റ് എന്നാ പറയുന്നത്. അപ്പൊ ഒരു സോപ്പ് എടുക്കുകയാണെങ്കിലും ഒരു പേസ്റ്റ് എടുക്കുകയാണെങ്കിലും അത് തന്നെ ഏറ്റവും വലിയ കാര്യല്ലേ. പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് ഉപയോഗിക്കേണ്ട എല്ലാ സാധനവും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ MRPക്ക് കൊടുക്കാം. ഇതിൽ കൂടി നിങ്ങൾ താഴെ കഴിവുള്ള 2 ആളെയും കൂടി നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്യിക്കുകയാണെങ്കിൽ അവര് ചെയ്യുന്ന എത്ര പർച്ചേസ് ആണ് അവർ ചെയ്യുന്നത് അതിന്റെ 12% അവർക്കും കിട്ടും. അതിൽ നിന്ന് 1 ഉറുപ്യ കുറയാതെ നിങ്ങൾക്കും കിട്ടും. ഇതാണ് ഇതിന്റെ പ്ലാൻ എന്നായിട്ട് പറഞ്ഞാൽ മതി. നമ്മൾ കാട് കയറി ഇത് കണ്ടുപിടിച്ചത് ഏത് വർഷം, അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ഹെഡ് ഓഫീസ് ഒക്കെ വേണം. ഒറ്റക്ക് ഫസ്റ്റിൽ കാണുന്ന ആളുകളെടുത്ത് ഒന്നും ഇത് പറയരുത്. അവരോട് സിമ്പിൾ ആയിട്ട് പറയാം. 2ാം ഘട്ടം എന്ത് ചെയ്യാം, നമ്മൾ പറയലുണ്ടല്ലോ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമനെ പറ്റിയിട്ട് നമ്മൾ എന്താ പറയാ, തുടക്കം മുതൽ ലാസ്റ്റ് വരെ. പിന്നെ ഇവരെന്തിനാ തിയേറ്ററിൽ പോണ്, നമ്മളൊക്കെ പറഞ്ഞു എനിക്ക്. അതേപോലാണ് നമ്മൾ ഫുള്ള് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് GTSന് വരേണ്ട കാര്യമുണ്ടോ, ഇല്ല. അതേ സമയം അവിടെ പറയാനുണ്ട് ഒരു വാക്ക്, എന്ത് അടിപൊളി സിനിമയിൽ അതിലെല്ലാം ഉണ്ട്, അല്ലേ. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ എന്ത് ചെയ്യാ, നീട്ടി വലിച്ച് പറയാതെ അവർക്ക് ചെറിയ രീതിയിൽ എന്ത് ചെയ്യാ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോ ആ സമയത്ത്
അവർക്ക് എന്തുണ്ടാവും, ഇതിനെ പറ്റിയിട്ട് ഓരോന്നും പഠിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹോം മീറ്റിംഗ്. ഹോം മീറ്റിംഗ് മാസം ശരിക്ക് പറയാണ് ഒരു 3-4 ഹോം മീറ്റിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെയാണ് എന്ത് നമ്മളെ വിജയം. ഹോം മീറ്റിംഗ് ചെയ്താൽ മാത്രം പോരാ, അവിടെ ആ ഹോം മീറ്റിംഗിൽ വന്നിട്ടുള്ള ആളുകളെ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും ഹോം മീറ്റിംഗ് ലീഡേഴ്സ് വെക്കാൻ പറയുന്ന സമയത്ത് ഹോം മീറ്റിംഗ് റെഡിയാ, പക്ഷെ അവിടെ വന്നിട്ടുള്ള ഒരാളെ പോലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒന്ന് പോയിട്ട് അവര് എന്താണ് ഐഡിയ അടിച്ചോ അല്ലെങ്കിൽ അവരിതിലേക്ക് GTSലേക്ക് ക്ഷണിച്ചോ ഒന്നും ചെയ്യുന്നില്ല. മീറ്റിംഗ് നടന്ന എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു, ശരി, ഓലോട് തൊട്ട് അപ്ലൈൻ ആയിക്കും ചിലപ്പം ചോദിച്ചിട്ടുണ്ടാകും എന്ത്, നിങ്ങൾ വരുന്നുണ്ടോ അല്ലെങ്കിൽ ഐഡിയ അടിക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ എന്റെ തൊട്ട അയൽവാസിന്റെ അടുത്ത് ഞാൻ തന്നെ ചോദിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യൂല, വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാവൂല. അതേ സമയം ഏറ്റവും മുകളിലുള്ള NTC ലീഡർ ആയിട്ടാണോ ഇവിടെ പോകേണ്ടത്, അതുമല്ല. പക്ഷെ ഇവരെ തൊട്ട മുകളിലുള്ള ആരാണോ അപ്ലൈൻ ലീഡേഴ്സ് അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യാം, ആ ഹോം മീറ്റിംഗ് നടന്നിട്ടുള്ള വീടുകളിൽ ഒന്ന് പോയി നോക്കുക. എന്നിട്ട് അവരെ ഓരോ ആളുകളെയും പേഴ്സണലി കണ്ടിട്ട് അവരോട് ഒന്നും കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവരെ അടുത്ത GTSലേക്ക് ക്ഷണിക്കുക. ഓക്കെ, GTSൽ ക്ഷണിച്ച് അവരെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ ചിലപ്പോ എന്തായിക്കൊള്ളണമെന്നില്ല, ചില ആളുകള് കാര്യങ്ങൾ മനസ്സിലായിട്ട് അന്ന് തന്നെ നമുക്ക് ബില്ലിങ്ങിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരെടുത്തും ഈ ഒരു GTSന് വന്നിട്ടുള്ള ആളുകളെടുത്തും പിറ്റേ ദിവസം നമ്മളൊന്ന് വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അവരെടുത്തുനിന്ന് ബില്ലിങ്ങിലേക്ക് ആക്കുക. വീണ്ടും അവരെ നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് എടുപ്പിക്കുന്ന, വീണ്ടും അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവരെ വീട്ടിലെ ഹോം മീറ്റിങ്ങിന് വന്നിട്ടുള്ള ആളുകളെ അവർ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം ഫോളോ അപ്പ് ചെയ്യുക, വീണ്ടും അവരെ ഇത് മാത്രമേ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് നമ്മൾ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും വിജയിക്കാൻ പറ്റിയതാണ്. പക്ഷെ കുറച്ച് പ്രോഡക്റ്റ് എടുത്ത് കട്ടിലിന്റെ ചുവട്ടിൽ വെച്ച് ഇന്റെ കൂടെ ആരും വരുന്നില്ല, ഞാൻ പറയുന്ന ആളുകളൊക്കെ ബാക്കോട്ട് പോകുന്നുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 73-75% ആളുകൾ നമ്മളെ കൂടെ വരുന്നില്ല എങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് ആ ആളെ കുഴപ്പമല്ല, നമ്മളെ കുഴപ്പമാണ്. കാരണം എത്ര ആളുകളോട് പറഞ്ഞിട്ടും അവര് നമ്മളെ കൂടെ വരുന്നില്ലെങ്കിൽ തീർത്തും ഞമ്മക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മാറാൻ കഴിയുന്നുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ ഒന്ന് മാറുക. പിന്നെ GTSൽ ഒരു മാസത്തിൽ ചുരുങ്ങി ഒരു 3 GTSലെങ്കിലും പങ്കെടുക്കാൻ പറയാം. നമ്മളെ അസോസിയേറ്റുകളെ പങ്കെടുപ്പിക്കുക എന്ന് മാത്രമല്ല, നമ്മളും അവിടെ എന്ത് ചെയ്യണം, ഉണ്ടാവണം. നമ്മൾ എന്ത് ചെയ്യൂ, വലിയ ലീഡേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് ഓരോ കാര്യത്തിനും മാറി നിൽക്കും. പക്ഷെ അവിടെ നമ്മൾ അസോസിയേറ്റ് ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ കിട്ടുന്നില്ല. അങ്ങനത്തെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അസോസിയേറ്റിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു ഇതും കൂടി നമ്മൾ കാണിക്കണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ചാരിറ്റി ആയിട്ട് ഇത് ഏറ്റെടുത്ത സമയത്ത് ഒരുപാട് ആളുകളെ പ്രയാസങ്ങൾ വിഷമങ്ങൾ മനസ്സിലാക്കാൻ അവരിലേക്കൊന്ന് നമ്മൾ ഇറങ്ങിച്ചില്ല. ആ സമയത്താണ് എന്ത് ചെയ്യുക, അവര് നമ്മളെ കൂടെ വരിക. അപ്പോ അവർക്കുള്ള പ്രയാസം എന്താണോ, പ്രതിസന്ധി എന്താണോ, ചിലപ്പോ നല്ല ക്യാഷ് ഉള്ള ആളായിരിക്കും, ഈ ബിസിനസ്സേ അവർക്കൊന്നും വേണ്ട, പക്ഷെ നമ്മളെ സ്വഭാവം കൊണ്ട് നമ്മൾ ഓരോട് നിൽക്കുന്ന അടുപ്പം കൊണ്ടായിരിക്കും ചിലപ്പോ അവര് നാളെ എന്ത് ചെയ്യുക, അവര് നമ്മളെ കൂടെ വരിക. അപ്പോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രാധാന്യം കൊടുക്കുക. ചില ആളുകള് ഞങ്ങള് പിന്നെ ബീച്ചിൽ ഒരു തവണ എല്ലാരും കൂടി ഒന്ന് പോയിണ്ടായിരുന്നു ടീം. അപ്പൊ ആദ്യമായിട്ട് ബീച്ച് കാണുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഇതില്. അപ്പൊ അവർക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ഒരു ബീച്ച് കണ്ടിട്ടേ ഇല്ല. അവരുടെ ആ വ്യക്തിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ട്, കൊണ്ടുപോകാൻ ചിലപ്പോ ആളില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ അവരെന്ത് ചെയ്യും, അതോടുകൂടിയിട്ട് ഞമ്മക്ക് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറും. അപ്പോ അവരെ പ്രയാസത്തോടൊപ്പം നമ്മൾ നിൽക്കാൻ നിങ്ങളൊക്കെ തയ്യാറാവുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും ടീം നമ്മളെ കൂടെ ഉണ്ടാവും. അതിന് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കുക. അവര് എന്തൊരു കാര്യം നിസാരമായിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ വലിയ തിരക്കിലായിരിക്കും, അവിടെ നമ്മൾ ചെവി കൊണ്ടില്ലെങ്കിൽ അവരെന്ത് ചെയ്യും, നമ്മളെടുത്തുനിന്ന് റിജക്ട് ചെയ്തു പോകും. അവിടെ അവരെ ഞാൻ ഈ ഒരു പാലിയേറ്റീവിന്റെ സംഭവത്തിൽ പോകലുണ്ട്, കിടപ്പിലായ രോഗികളെടുത്ത്. പക്ഷെ ഇവര് വർഷങ്ങളായിട്ട് ചിലപ്പം സീലിങ്ങിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ആളുകളായിരിക്കും, ഒരേ കിടത്തത്തില്.
അപ്പൊ ഈ ഒരു സീലിംഗ് മാത്രമേ ഇവര് കാണുന്നുള്ളൂ. വീട്ടില് ഒരു 4 വർഷം 5 വർഷമൊക്കെ ആയിട്ട് കിടപ്പിലായ ആളെടുത്ത് എന്നും വീട്ടിലുള്ള നാഥൻ അല്ലെങ്കിൽ ആ വീട്ടുകാര് പോയി ഇരുന്ന് മണിക്കൂറുകളോളം അവര് സംസാരിക്കൂല. അവർക്ക് അതിന്റെ സമയം ഉണ്ടാവൂല. ഓലെന്നും ഇത് കണ്ടോണ്ടിരിക്കണ. പക്ഷെ ഒരാള് പുറമെന്ന് വരുന്ന സമയത്ത് അവരുമായിട്ട് സംസാരിക്കുമ്പോ അവർക്ക് ഭയങ്കര ഒരു സന്തോഷം. കാരണം പുറം ഭാഗത്തുള്ളതൊന്നും ലോകത്തുള്ള ഒരു അറിയുന്ന പോലും ഇല്ല. അതേസമയം ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാല് അവർ പറയാനുള്ളത് എന്ത് ചെയ്യും, ഞങ്ങൾ കേൾക്കും. അവിടെ നമ്മൾ അവരോട് അങ്ങോട്ട് സംസാരിക്കല്ല ചെയ്യാം. കാരണം അവർക്ക് പറയാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കുക. അവരൊന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക. അതാണ് അവർക്ക്. ആഴ്ചയിൽ 2 ദിവസമാണ് ഞങ്ങൾ പാലിയേറ്റീവിന് പോവുക. ആ സമയത്ത് അവരെന്ത് ചെയ്യും, ഞങ്ങൾ വരുന്നു കാത്ത് അവര് നിൽക്കും. കാരണം എന്താ, ഓൽക്ക് മരുന്നിനെക്കാട്ടിലും വലിയ മരുന്നാണ് ഞങ്ങളെ സംസാരം. അല്ലെ അവരത് കേട്ടിരിക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നത്. അതേപോലെ ആയിരിക്കണം നമ്മൾ ടീമിലുള്ള ആളുകളത് കേൾക്കാൻ നിങ്ങളൊന്ന് തയ്യാറാവുക. നമ്മൾ അസോസിയേറ്റ് എന്ത് പറയുകയാണെങ്കിലും അതൊന്ന്, എന്ത് സമയം ഇല്ലെങ്കിൽ പോലും നമ്മളൊന്ന് കേട്ടു കൊടുക്കുക. ചിലപ്പോ അത് മതിയാവും അവര് നാളെ നമ്മളെ കൂടെ ശക്തമായിട്ട് വരാൻ. അപ്പൊ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുക. അപ്പോ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ ടീം ശക്തമായിട്ട് നമ്മളെ കൂടെ വരും. പ്രത്യേകിച്ച് ഞാൻ ലേഡീസിനോട് പറയാനുള്ളത്, നമുക്കൊക്കെ ഒരു 10 മണിയാകുമ്പോ നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചില ആളുകൾ പറയും, ഏയ് വീട്ടിലെ പണി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ സമയമില്ല. അങ്ങനെ അതിലും വലിയ പറഞ്ഞിട്ടുള്ള ആളാ ഞാന്. പിന്നെ അവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഇന്ന് നിങ്ങളിപ്പോ ഒരു ടൂറ് പോവാനുണ്ട്, പുലർച്ചെ 5 മണിക്ക് പോവണം. അന്ന് ആ വീട്ടിലെ പണി കഴിയുമല്ലേ? കഴിയും. തീർച്ചയായിട്ടും എല്ലാ പണിയും കഴിച്ചിട്ട് എന്ത് ചെയ്യൂ, പിന്നെ നമ്മളൊരു വീഡിയോ കണ്ടതിൽ പറയുന്നുണ്ട്, ഒരാൾക്ക് ഭാര്യക്ക് നല്ല പനിയാ, പനിച്ചമ്പി കെടുക്കുക. പക്ഷെ ഹസ്ബൻഡ് എന്ത് ചെയ്ത്, ഫോൺ എടുത്ത് ഫ്രണ്ടിനോട് ഒന്ന് സംസാരിക്കും പോലെ കാണിച്ച്, നമ്മള് ട്രിപ്പ് പോവല്ലേ, ഓ റെഡി, വൈഫിനെ കൂട്ടണോ? അപ്പൊ ലൗഡ് സ്പീക്കറിൽ ഇട്ടാട്ട് വൈഫിനെ കൂട്ടണേ കൂട്ടാ. അപ്പൊക്ക് ആള് ചാടി ഇറങ്ങിന്നാ പറഞ്ഞത്, പനിച്ചു കിടക്കുന്ന ആളെ. അപ്പൊ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഇറങ്ങും. തീർച്ച അവിടെ അതേപോലെ ഒരു 10 മണിയാകുമ്പോഴേക്ക് നമ്മളെല്ലാ പണി ഒതുക്കി വെച്ചിട്ട് നമ്മളൊന്നാട്ട് ഇറങ്ങുക. ഇറങ്ങി ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും നിങ്ങള് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാല് തീർച്ച അതിനുള്ള ഫലം നിങ്ങൾക്ക് കാണും. അല്ലാതെ ഞാൻ ഇതിൽ ഐഡിയ അടിച്ചിട്ടുണ്ട്, ഞാൻ 2 വർഷമായി അല്ലെ 4 വർഷമായി, എനിക്കൊരു രൂപയിൽ കിട്ടിയില്ല, മറ്റുള്ള ആളുകളെയും കൂടിയും പ്രോത്സാഹനം നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മളെ ഭാഗത്ത് നിന്നുണ്ടാവുക. വാങ്ങിക്കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് കട്ടിലിന്റെ ചോട്ടിൽ വെച്ച് പിന്നെ ലീഡേഴ്സിനെ വിളിച്ചു പറയും, പ്രൊഡക്റ്റ് ഒന്നും ചെലവാകുന്നില്ല കേട്ടോ. എന്തൊക്കെ ചെയ്ത് ലീഡേഴ്സ് തുടക്കത്തിൽ പറയുന്നുണ്ട്, പ്രൊഡക്റ്റ് ചെലവാകുന്നവരെ നിങ്ങളെ കൂടെ ഞങ്ങൾ ഉണ്ടാവുന്നു. വിൽക്കാനാണോ നമ്മൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞ് അല്ല. കറക്റ്റ് ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, പോലെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യും. നമ്മൾ അവരോട് തുടക്കത്തിൽ പറയുന്നുണ്ട് എന്ത്, ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് ല്ലേ? ഉണ്ടോ എല്ലാരെയും കയ്യിൽ ലിസ്റ്റ്? ഉണ്ടാവൂല. ലീഡേഴ്സ് നമ്മൾ ഇങ്ങനെ പറയും, പക്ഷെ അസോസിയേറ്റിന്റെ അടുത്ത് ലിസ്റ്റ് ഇതുവരെ ഉണ്ടായില്ല. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, പ്രൊഡക്റ്റ് എടുക്കുന്ന മുമ്പം തന്നെ അവരെ കൊണ്ട് ആ ഒരു ദിവസം തന്നെ ലിസ്റ്റ് ഉണ്ടാക്കിക്കുക. അവിടെ ഹോം മീറ്റിംഗ് വെക്കുക. ഹോം മീറ്റിംഗ് വെച്ചിട്ടുള്ള അവിടെ വന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്ത് ആ രീതിയിൽ കൂടെ അവരെന്ത് ചെയ്യണം, മുമ്പോട്ട് കൊണ്ടുപോകണം. അല്ലാതെ നമ്മക്ക് ചിലപ്പോ എന്ത് ചെയ്യൂ, അന്നേരം ഒരു ബിസിനസ് വോളിയം കയറും, പക്ഷെ അവര് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കൂടെ എന്ത് ചെയ്യും, തലയിലാവും. കാരണം പ്രൊഡക്റ്റ് ഒക്കെ കട്ടിലിന്റെ ചുവട്ടിൽ അങ്ങോട്ട് നീക്കി വെച്ച് ഇത് എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തില്ല, ഏത് രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തില്ല, എങ്ങനെ ലിസ്റ്റ് ആക്കണം എന്ന് പറഞ്ഞില്ല. ലിസ്റ്റ് ഉണ്ട്, പക്ഷെ അതൊന്ന് ക്രോഡീകരിക്കാൻ നമ്മൾ കൂടെ ചെന്നില്ല. അല്ലെങ്കിൽ ഒരാളെ കാണാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പോയില്ല. അതൊക്കെ ആയിരിക്കും നാളെ എന്ത് ചെയ്യാ കാരണം. അപ്പോ ഒരാളെ കൊണ്ട് പ്രൊഡക്റ്റ് എടുപ്പിക്കുകയാണെങ്കിൽ അത് സെയിലിങ്ങിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളതാണ് ലീഡേഴ്സ് പറഞ്ഞിട്ട് അതിന്റെ കൂടെ പോവേണ്ടി. അല്ലാതെ വീടാന്തരം ഇത് സെയിൽ ചെയ്യാന് ഒരിക്കലും ലീഡേഴ്സ് എന്ത് ചെയ്യൂല, പോവില്ല. നമ്മൾ പറയുന്ന രീതിയിൽ കൂടെ അവരെ നടത്തിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മളൊക്കെ അങ്ങനെ, പ്രത്യേകിച്ച് അസ്മാവിത്താനൊക്കെ കാണുന്നുണ്ട്, അതൊക്കെ നന്നായിട്ട് ടീമിന്റെ കൂടെ ഓടുന്ന ആളുകളാണ്, നമുക്കറിയാം.
അപ്പൊ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ ഞങ്ങളെ ടീമിലാണല്ലോ ഷീജ മേഡം 2-10 അടിച്ചിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വെച്ചാല് ഒഴുകാണ് ആ ഒരു വ്യക്തിനെ. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടി നമ്മളെ ലീഡേഴ്സിന്റെ പിന്നെ അവരെ നല്ലൊരു ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, നമ്മളെല്ലാ പിന്നെ ഒരു വലിയ തടാകത്തിലേക്കാണ് എത്തുന്നത് വെച്ചാൽ അതിന്റെ അടുത്തുള്ള എല്ലാ കുണ്ടും കുഴിയും ഒക്കെ എന്ത് ചെയ്യും, നിറഞ്ഞു കവിയും. അതാണ് നിങ്ങളെ ടീമിൽ കുറച്ച് മുമ്പ് നമ്മൾ എന്ത് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോ പല ആളുകൾക്കും ഉണ്ടാവും ലീഡേഴ്സിന് വരുമാനം കിട്ടരുത്, ഞാൻ അങ്ങനെ അധ്വാനിച്ചിട്ട് ഓൽക്ക് ഉണ്ടാക്കണ്ട. പക്ഷെ അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ശരിക്കും നമ്മളെ തന്നെയാണ് ചതിക്കുന്നത്. നമ്മള് നല്ലത് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിന് ഞമ്മക്കും കൂടി ഫലം ഉണ്ടാവും. ഞാനിപ്പോ എന്റെ ലീഡർ അടുത്തൊരു റാങ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യും, എനിക്കും കൂടി അതിന്റെ എന്ത് ചെയ്യും, നേട്ടങ്ങൾ ഉണ്ടാവും. ആ സമയത്താണ് എന്റെ അടിയിലുള്ള അസോസിയേറ്റ് ഞാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് അവര് മനസ്സിൽ കാണുക. നമ്മൾ പറയുന്നുണ്ടല്ലോ, ഒരു നല്ല കാര്യം നമ്മൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഞമ്മക്ക് ഏതെങ്കിലും രീതിയിൽ ഞമ്മക്കത് നല്ല രീതിയിൽ ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മളെ അസോസിയേറ്റ് ഞമ്മക്ക് കൊണ്ട് തന്ന ഒരു ഐഡിയ അടിച്ച് കൊണ്ട് തന്ന് ആ ആളെ നമ്മൾ ദൈവ തുല്യം കാണണമെന്ന് സാറുമാർ എപ്പോഴും പറയുന്നതാ. കാരണം എന്താണ്, അവരില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ഒരു ബിസിനസ് അവസരം പരിചയപ്പെടുവോ, വേറൊന്നും വേണ്ട. ലീഡർ തിരിഞ്ഞു നോക്കിയില്ല, ഓക്കെ ശരി, പക്ഷേ അവിടെ ഉള്ള എന്താ, ഒരേ ഒരു ഐഡിയ അടിച്ച് എന്ന കാരണത്താൽ നമ്മളെ ലീഡറായി മാറിയിട്ടുണ്ട്. പക്ഷെ അവിടെ അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് എത്തിയിട്ടുള്ളത് ആ ഒരു വ്യക്തി ഐഡിയ അടിച്ചത് കൊണ്ട് മാത്രമാണല്ലോ എന്നുള്ള ഒരൊറ്റ കാരണം മതി. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണ്ട, മുകളിലോട്ടുള്ള റിവ്യൂ നോക്കാതെ താഴോട്ട് നോക്കുക. നമ്മളോട് ദൈവം പറയുന്നത് അതല്ലേ, നിങ്ങള് വലിയ ആളുകളിലേക്ക് നോക്കില്ലേ, നിങ്ങൾ താഴെയുള്ള ആളുകളിലേക്ക് നോക്കി അവരെ പ്രയാസങ്ങൾ നിങ്ങൾ കാണി. അപ്പൊ നമ്മളെ പ്രയാസം ഒന്നും അല്ല. അവിടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ അസോസിയേറ്റിലേക്ക് നോക്കുക. ലീഡർക്ക് വലിയ വരുമാനം കിട്ടുന്നുണ്ടല്ലോ, ലീഡർ പണിയെടുക്കുന്നില്ലല്ലോ, അതിന്റെ കാരണത്താലെ പോയാല് നമ്മളെ സമയമായിട്ട് നഷ്ടപ്പെടുക എന്നല്ലാതെ വേറെ അവിടെ ഒന്നും സംഭവിക്കാനില്ല. എന്റെ ടീമിൽ ഇപ്പൊ ഒരു 100-ൽ അധികം ആളുകൾ ഉണ്ടെങ്കിൽ അതിൽ 1-2 ആളുകൾ ഒന്ന് മാറി നിന്ന് വെച്ചിട്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കില്ല. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരാളെ തന്നെ നോക്കി നിൽക്കാതെ ഒരുപാട് ആളുകളെ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അവിടെ ഒരിക്കലും അവർക്കും തോന്നാൻ പാടില്ല അവരുണ്ടെങ്കിൽ മാത്രമേ ഞാനുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെ ടീമിൽ ശക്തരായിട്ടുള്ള 2 ആളുണ്ടെങ്കിൽ അവർക്ക് തോന്നുക സൗദ മേഡം വിജയിക്കണമെങ്കിൽ ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ. അവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് അവരെ തോന്നിക്കരുത്. ഞമ്മക്ക് എല്ലാരും ഒരുപോണായിട്ട് എന്ത് ചെയ്യണോ, കാണണം. ആ സമയത്തെ അവരും എന്ത് ചെയ്യൂ, വിജയിക്കുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്കറിയാം ബെനിസാർക്ക് പറയുന്നത് ഒരു വലിയ റാങ്കിലേക്ക് എത്തുമ്പോക്ക് കൊമ്പ് മുളയ്ക്കും, അതേപോലെയാണ്. അതേപോലെ ഏറ്റവും അടിയിലുള്ള ടീമിനെ എന്ത് ചെയ്യാം, ഒരു ബ്രോൺസ് റാങ്കിലൊക്കെ വന്നിട്ടുള്ള ആളുകളെ കൂട്ടി പിടിക്കേണ്ടിടത്ത് കൂട്ടി പിടിക്കുക തന്നെ ചെയ്യാം. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അതിനി ഒരു പിന്നെ TC ആയിട്ടും അവരെ കൂടെ തന്നെ പോയി കഴിഞ്ഞാല് അവരും എന്ത് ചെയ്യൂല, വളരൂല. തുടക്കത്തിൽ നമ്മള് മുത്താറി കൊടുക്കേണ്ടിടത്ത് മുത്താറി കൊടുക്കുക, അതേപോലെ കഞ്ഞി കൊടുക്കേണ്ടിടത്ത് കഞ്ഞി കൊടുക്കുക, ചോറ് കൊടുക്കേണ്ട ടൈം ആകുമ്പോ ചോറ് കൊടുത്തേ പറ്റൂ, അല്ലെങ്കിൽ എന്ന് മുത്താറിയായി പോവും. അത് നമ്മള് അവരെയും കൂടിയും പിന്നെ നശിപ്പിക്കുന്ന ഒരു ഇതായി മാറും. തുടക്കത്തിൽ നമ്മൾ എങ്ങനെയാ ഓരോ സ്വന്തം ഒരു 1 to 1 കൊടുക്കാൻ പറഞ്ഞേക്കാന്നൊക്കെ നമ്മൾ തോന്നും. പക്ഷെ അവരാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വളരാൻ സമ്മതിക്കാതിരിക്കുന്നത്. പക്ഷെ അവരുടെ ഓരോ കാര്യങ്ങള് ഇപ്പൊ ഇന്നലെയൊക്കെ ഞങ്ങൾ കിട്ടിയിട്ടുള്ള മീറ്റിംഗിൽ വെച്ചാ ശരിക്ക് സ്റ്റാർ മുതൽ GTS പഠിപ്പിക്കണമെന്ന്. എന്തായാലും TC ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ GTS നിർബന്ധം. ആ രീതിയിലേക്ക് നമ്മൾ ടീമിനെ കൊണ്ടുവരികയാണെങ്കിൽ ഞമ്മക്കും വലിയ പാടില്ല, അവർക്കും തുടക്കത്തിലെ ഇപ്പം കടന്നു വരുന്ന പല ആളുകളെയും നമ്മൾ കാണാൻ കഴിയുന്നത് നന്നായിട്ട് അവർക്ക് പെട്ടെന്ന് പ്ലാൻ മനസ്സിലാകുന്നുണ്ട്, അവർക്ക് ഐഡിയ അടിക്കാൻ കഴിയുന്നുണ്ട്, KYC ചെയ്യാൻ കഴിയുന്നുണ്ട്, ഫോസ്റ്റർ അടിക്കാൻ കഴിയുന്നുണ്ട്, ഒക്കെ ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം വരുന്ന ആളുകള് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല എനർജറ്റിക്കോട് കൂടിയിട്ടാ. അവിടെ നമ്മൾ എനർജറ്റിക് അല്ലെങ്കിലാണ് പ്രശ്നം വരിക.
കൂടെ ഞമ്മള് ഒരാൾക്ക് കൈ കൊടുക്കുന്ന സമയത്ത് ആ കൈക്ക് ബലം ഉണ്ടെങ്കിലേ പിന്നീട് ഒരു തവണ ആ കൈ കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും. അതേസമയം നമ്മൾ തന്നെ ഇങ്ങനെ ആണോ, പിന്നെ ടീം എങ്ങനെ ആവാനാ? അവിടെ നമ്മൾ വേണ്ടത് എന്താണ്? ഒരു ചെറിയ ബിസിനസ് ഞാൻ ചെയ്യുന്നത് പറയുന്നതിന് പകരം ഞാൻ ഒരു അടിപൊളി ബിസിനസ്സിലാണ് പോയിരുന്നെങ്കിൽ പോരേ അറിയാം. ഒരാളെയും പണ്ടുള്ളത് പോലെ ഈ ഒന്ന് വന്നിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ എന്നുള്ളത് പറയുന്ന ഒന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം, ഞാനൊരു അടിപൊളി ബിസിനസ് ചെയ്യുന്നുണ്ട്, വേണമെങ്കിൽ പോരേന്ന് പറയാം. അപ്പേ അവർക്ക് എന്ത് ചെയ്യും, ഇതൊന്നും ശരിക്കും ഒരാളെ കാല് പിടിച്ചുകൊണ്ടൊന്നും ഇതിലേക്ക് വെലിങ്ങനെ വരൂല. അപ്പൊ ഓൾക്ക് ബോധ്യപ്പെടണം എന്ത്, ഞമ്മക്ക് ഇതിൽ നിന്ന് 10 ഉറുപ്യ കിട്ടുന്നുണ്ട് എന്നുള്ളത്. പിന്നെ നന്നായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. നമ്മൾ ചെറിയൊരു അച്ചീവ്മെന്റ് ആയിക്കോട്ടെ, അതൊരു പെന്നെ ആയിക്കോട്ടെ, പക്ഷെ അത് വലിയ രീതിയിൽ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ, നമ്മളെ മാറ്റങ്ങൾ കാണുന്ന സമയത്ത് എന്ത് ചെയ്യും, ആളുകൾ ഇങ്ങോട്ട് വന്ന് എന്താണ് ഈ ചെയ്യുന്ന ബിസിനസ് എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരും. അത് ഇന്ന് എനിക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തുടക്കത്തില് വീടിന്റെ അയൽവാസികളൊക്കെ പുച്ഛിച്ച് തള്ളിയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി 11 മണിക്ക് അല്ലെങ്കിൽ പൊലച്ചക്ക് 5 മണി 5:30 ആ പേസ്റ്റ് ഉണ്ടോ ഒന്നാടെ, ഓ റെഡി വന്നോളി അറിയും. അതിലേക്ക് മാറാൻ കഴിഞ്ഞ്. പക്ഷെ തുടക്കത്തിൽ ഒരു പേസ്റ്റ് എങ്കിലും വാങ്ങുവോ, ഒരേത് പുറത്തുനിന്നാ നോക്കൂല, പ്രത്യേകിച്ച് കുടുംബക്കാരും അയൽവാസികളും. അവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഒന്നെന്ത് ചെയ്ത്, ദൂരേക്ക് ആദ്യം ടീമിനെ ഉണ്ടാക്കി. അപ്പോ ദൂരേക്ക് ടീമിനെ ഉണ്ടാക്കി, ഇവളെന്നും ബാഗും തൂക്കി പോകുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത്, കുറെ കുറ്റങ്ങൾ പറഞ്ഞു. പിന്നീടാണ് ഇവര് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോ പോസ്റ്ററുകൾ വരുന്നത്. ഇത് കുഴപ്പമില്ല, ഇന്ന് ഓളെ നോക്കിയാ കിട്ടിയല്ലേ, ഓക്ക് തിരക്കായി പോയി, ഓള് വലിയ ലെവലിലായി പോയി, ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് വാശിയാ. ആരൊക്കെ ഈ ഒരു ബിസിനസ്സിൽ നമ്മളെ പുച്ഛിച്ചുണ്ടോ അവരെ മുമ്പില് മനസ്സുകൊണ്ട് എന്ത് ചെയ്യാം, ശരിയായി തരാം. ഇത് ഓലെ ശരിയാക്കാനല്ല പറഞ്ഞത്, പക്ഷെ നമ്മൾ വിജയിച്ചിട്ട് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവുക. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് എന്ത് ചെയ്യും, അവരൊക്കെ ഇപ്പൊ എനിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പൊ എന്റെ അയൽവാസികൾ തന്നെയാണ് എനിക്ക് എന്ത് ഉള്ളത് കൂടുതൽ വരുന്നത്. ഇപ്പൊ ഞാൻ എന്റെ പിന്നെ അപ്ലൈൻ ലീഡർ റഷീദ് സാർ എടുത്ത് പറയലുണ്ട്. കാരണം വീടിന്റെ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ഇപ്പൊ ഇതിൽ ജോയിൻ ചെയ്ത് നോക്കുമ്പോ അവർക്ക് രാവിലെ എന്നുള്ളൂല്ല, രാത്രി എന്നുള്ളൂ, ഏതേരം സംശയമാണ്. ഇപ്പൊ തുടക്കക്കാര് ഇപ്പം വന്നിട്ടുള്ള ആളുകളെ മെയിൻ ഇതാണ്, അവർക്ക് പഠിക്കാൻ ഭയങ്കര ആവേശം. അപ്പൊ ഏത് സമയത്തും വരും എന്ത് ചെയ്യൂ, വീട്ടിലേക്ക് വരും, അത് എന്താന്ന് ചോദിക്കും, ഇതെന്താന്ന് ചോദിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത്, അയൽവാസികള് തോനെ അടുത്തുള്ളവരായാലും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിരിക്കണ്. കാരണം എന്താ, രാവിലെ നമ്മളെ നല്ല തിരക്കായിക്കോ, ആ സമയത്തായിരിക്കും വലിയ കയറി വരിക. രാത്രിയാണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല, ആളുകൾ നമ്മളെ തൊട്ട അയൽവാസികളാകുമ്പോൾ ഓൾക്ക് എപ്പോഴും കയറി വരാനുള്ളൊരു അവകാശവും അധികാരവും കൂടി ഉണ്ടല്ലോ. ഏതായാലും ആ രീതിയിലേക്ക് നാളെ നിങ്ങൾക്ക് മാറാൻ കഴിയും. ലേഡീസ് ഒക്കെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ഒന്നും നോക്കണ്ട, ഒരു ഷോപ്പിൽ പോയി നിന്നാല് ചുരുങ്ങി ഒരു 250 350 400 രൂപന്റെ താഴെ കിട്ടുള്ളൂ. ഒരു കവചം ഒരു 5 മിനിറ്റ് കൊണ്ട് വിറ്റാൽ 400 റുപ്യ നമുക്ക് കിട്ടും. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് സെയിലിങ്ങിൽ കുറച്ച് സെയിലിംഗ് വേണാനും, പ്രോഡക്റ്റ് കൊടുത്ത് ആ റിസൾട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്. അതേപോലെ എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് കൊടുക്കുക, അവരെന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യുക, അവരെ ഐഡിയ അടിക്കുക, ഇതിലേക്ക് കൊണ്ടുവരിക. പ്രൊഡക്റ്റ് കൊടുക്കുന്നത് വെറും അതിമയുള്ള കിട്ടുന്ന ആ ഒരു ചെറിയൊരു വരുമാനത്തിന് വേണ്ടി മാത്രം ആവരുത്. അവർക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പേസ്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സിൽ ഉണ്ടാവണം, ഒരു 5000 അല്ലെങ്കിൽ ഒരു 10,000 1,00,000 പേസ്റ്റ് നാളെ എന്റെ കൂടെ വാങ്ങാൻ ഉള്ള ഒരു ടോക്കനാണ് ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. അത് മനസ്സിലുണ്ടായാൽ മതി. എന്നാല് നമുക്ക് വിജയിക്കാൻ പറ്റും. തളർത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും, തളരാൻ നമ്മൾ എന്ത് ചെയ്യാ, നിന്ന് കൊടുക്കരുത്. എന്ത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ വന്നാലും ഞമ്മക്കറിയാം, നമ്മളെ ഇതിൽ ഒരുപാട് ആളുകൾ ലീഡേഴ്സ് ഇതിൽ വളർന്ന് വന്ന് ഒരുപാട് ഇംഗങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഏതോ ചാനലിലല്ല കാണുന്നത്, നമ്മളെ GTS-ലും അവരെ വരുമാനം വരെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാനും തയ്യാറുള്ള ആളുകളാണ്. ഇത് സത്യമാണ് എന്നുള്ളത് ഞമ്മക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാ. അതുകൊണ്ട് ഒരാൾക്ക് മുമ്പിലും ഞമ്മക്കിത് മനസ്സിലായിണ്ടോ, ഒരാളെ മുമ്പിലും ഞമ്മള് ഇതാവാൻ പോവേണ്ട. നമ്മൾ ശക്തമായിട്ട് പ്രവർത്തിക്കുക, നന്നായിട്ട് ബിസിനസ് പറഞ്ഞു കൊടുക്കുക. പ്രൊഡക്റ്റ് പറയുന്നതിൽ കൂടുതൽ ഈ ഒരു ബിസിനസ് അവസരം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക.
അവരെ ഇതിലേക്ക് കൊണ്ടുവരിക. നാളുകളിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ മെമ്പർ ആയിരുന്നു, അന്ന് ഞാൻ ചെയ്യാത്തൊരു പണിയാണ് ഇന്ന് ചെയ്യുന്നത്. ഒരുപാട് ആളുകളിലേക്ക് ഇന്ന് മീനും പൂളയും വാങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന വരുമാനം കൊണ്ട്. ഞങ്ങളെ മതത്തിൽ പറയുന്നുണ്ടല്ലോ സക്കാത്ത് കൊടുക്കണം എന്ന്. അപ്പോ സക്കാത്ത് കൊടുക്കാൻ ചില ആളുകൾക്ക് പൈസ ഇല്ലാത്തത് കൊണ്ട് മനസ്സിൽ നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ അവിടെ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഓരോ ഫാമിലിയിൽക്കും അവരെ കുടുംബം നോക്കാനുള്ള ഒരു വരുമാന മാർഗം. ഞാൻ തുടക്കത്തിൽ ഞങ്ങൾ ഒരു വീട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീട് ഉണ്ടാക്കി കൊടുത്ത സമയത്ത് നമ്മൾ ആ വീട് ഉണ്ടാക്കിയൊക്കെ റെഡിയാക്കി സെലക്ട് ചെയ്ത് അവർക്ക് കൊടുത്ത് അവരെ ഏൽപ്പിച്ച് പിന്നെ പോന്നാ പിന്നെ വൈക്ക് പിന്നെ പോവില്ല. പക്ഷെ പിന്നീട് വീട് മാത്രം പോരല്ലോ, ആ വീട്ടിൽ അടുപ്പ് പുകയുണ്ടോ, വിദ്യാഭ്യാസം ഉള്ള മക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കാനുള്ളതുണ്ടോ, അവർക്ക് ഒരു അസുഖം വന്നാൽ മരുന്ന്, ഭക്ഷണം, ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് പിന്നീട് നമ്മൾ നോക്കുന്നില്ല. അതേ സംഭവം എന്നെ തിരുത്തിയിട്ടുള്ളതാണ് എന്റെ ലീഡർ ഋഷി സാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, മേഡം നിങ്ങൾ ഈ ഒരു വീട് മാത്രം ഉണ്ടാക്കി കൊടുത്തു പോന്നോണ്ട് എന്ത് കിട്ടും? അതേ സമയം നിങ്ങൾ അവരുടെ ഒരു ഐഡിയ ആയിരുന്നു ഇതിന്റെ കൊടുത്തതെങ്കിൽ അവർക്ക് ഈ പറയുന്ന എല്ലാ സംഭവവും അവർക്ക് ചെയ്തുകൂടായിരുന്നോ? ശരിയല്ലേ? അവർക്ക് മക്കളെ പഠിപ്പിക്കാനുള്ള വരുമാനം ഇതിൽ നിന്നുണ്ടാക്കാം, ഭക്ഷണത്തിനുള്ളത്, വസ്ത്രത്തിനുള്ളത്, മക്കളെ കെട്ടിക്കാണ്ട് അതിനുള്ളത്, വീട് ഒക്കെ ഇതിൽ നിന്നുണ്ടാക്കാം. അപ്പോ തെറ്റ് പറ്റിയിട്ടുള്ളത് അവിടെ എനിക്കാ മനസ്സിലായി അല്ലേ? നമ്മൾക്ക് ആ രീതിയിൽ ചിന്തിക്കാം. അവർക്ക് ഭാവിയിൽ അവര് വളർന്നാല് എപ്പോഴും നമ്മളെ ലീഡറെ പറ്റിയിട്ട് നമ്മളെ അവരെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യും. അതല്ലേ ശരിക്കും നമുക്ക് വേണ്ടിയത്. ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് എല്ലാ മതക്കാരും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ദൈവത്തിനോട് അടുക്കുന്നുണ്ട്. പക്ഷെ അതിലും അടുക്കാനുള്ളത് ഒന്നല്ലേ ഒരാളെ പ്രയാസം മാറ്റാന്. അടുത്തുള്ള ആള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വയറ് നിറച്ച് കഴിക്കരുത് എന്നാ. അതേപോലെ അടുത്തുള്ള ആളുകൾക്കൊക്കെ വേദനയും പ്രയാസങ്ങളും ഉണ്ടായിട്ട് നമ്മളെടുത്ത് ഈ അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടായിട്ട് കൊണ്ട കൊടുക്കാതെ കട്ടിലിന്റെ അടിയിലേക്ക് നീക്കി വെക്കണ ആരാ തെറ്റുകാര്? ചിന്തിക്കാം. അപ്പോ ഏതൊരാൾക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണിത്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ബിസിനസ് കണ്ടിട്ടില്ല. ഇനി ഇതിലും വരുമാനം കിട്ടുന്ന, ഇതിലും സിമ്പിൾ ആയിട്ടുള്ള വരുമാനം കിട്ടുന്ന ഉണ്ടാവും. പക്ഷെ എന്താണ് അവിടെയൊക്കെ ഹാർഡ് വർക്ക് ആയിരിക്കും. ഇത് ഏതൊരു കുട്ടിക്കും, ഒരു 18 വയസ്സുള്ള ഏതൊരു കുട്ടിക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മേഖല തീർത്തും. അവിടെ ഒന്നും നോക്കണ്ട, നമുക്ക് സ്റ്റാറ്റസ് വെക്കാം, ഇൻസ്റ്റാഗ്രാമിൽ ഇടാം, ഫേസ്ബുക്കിൽ ഇടാം, സോഷ്യൽ മീഡിയ തന്നെ ആക്കിയാൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഏതായിരുന്നാലും എന്റെ അടുത്ത് 6:49 എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലും സൗദ മാഡം, ഓക്കെ. സൗദ മാഡം കേൾക്കണ്ടോ? ആ ആ മാഡം തുടക്കത്തിൽ പറഞ്ഞ സെൽഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ലാസ്റ്റിലും കൊടുക്കണേ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം 165ാമത്തെ ആള് കേറിയത് അത് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ 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 മാഡം. ആയിക്കോട്ടെ. അപ്പോ ഏതായിരുന്നാലും നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടി, നമ്മളെ കൊണ്ടുവന്നിട്ടുള്ള ലീഡേഴ്സ് എന്ത് പറയുന്നോ അത് ഏറ്റെടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യൂല, ഞാൻ എന്റെ താഴെ വന്നിട്ടുള്ള ആളെ ഒരിക്കലും നെഗറ്റീവ് ആക്കിയിട്ട് എന്ത് ചെയ്യൂല, കാര്യങ്ങൾ ചെയ്യൂല. കാരണം അവര് പോസിറ്റീവ് ആയാൽ മാത്രമേ ഞാൻ ഇതിൽ വിജയിക്കുള്ളൂ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വിജയിക്കാനുള്ള കാര്യം പറയുമ്പോ അത് ചിലപ്പോ അവരെ മനസ്സിൽ എന്തായിരിക്കും തെറ്റായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ആദ്യം ലീഡേഴ്സിന് എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ലീഡേഴ്സ് പറയുന്നത് എന്താണോ അത് നമ്മള് അതേപടി അനുസരിക്കുക. എന്നാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഒരു എന്തെങ്കിലും എപ്പോഴും ഉമർ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്, കിണറിൽ ചാടണമെന്ന് പറഞ്ഞാൽ കിണറിൽ ചാടണമെന്ന്. കാരണം അവിടെ ഉണ്ടാവും ചിലപ്പോ ഒരു ഐഡിയ ഇരിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞ്. അതേപോലെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതേപോലെ ഹോം മീറ്റിങ്ങൾ സ്ഥിരമായിട്ട് വെക്കുക. അതേപോലെ GTS കേൾക്കുക. ഹോം മീറ്റിംഗിൽ വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക, അവരെ GTSലേക്ക് എത്തിക്കുക. GTS കഴിഞ്ഞാൽ വീണ്ടും അവരെ വീടുകളിലേക്ക് പോയിട്ട് അവർക്ക് എന്താണോ GTSൽ മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ബില്ലിങ്ങിലേക്ക് ക്ഷണിക്കുക. ബില്ലിങ് ഇട്ട് കഴിഞ്ഞാൽ അവരെ വീട്ടിൽ ഹോം മീറ്റിംഗ് വെക്കുക. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതൊരു ചക്രമായിട്ട് തന്നെ തിരിച്ചാൽ മതി. ഇതിൽ പുതിയതൊന്നും പഠിക്കാനില്ല. നമുക്കറിയാം എന്നും മോർണിംഗ് മീറ്റിംഗിൽ ഇതൊക്കെ തന്നെ അല്ലേ പറയുന്നത്. നമ്മൾ എന്നാ കേട്ടോണ്ടിരിക്കണത്, പറഞ്ഞ തന്നെ നമ്മൾ പറയുന്നത്. ഞാൻ ഏത് GTS പോയാലും എനിക്ക് ഇന്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ. നമുക്ക് പുതിയതായിട്ടൊന്നുമില്ല. ഞാൻ ഇതിലേക്ക് വന്നിട്ടുള്ളത് ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടാണ് എന്നുള്ളതും അതിൽ കൂടെ ഞാൻ ഒരുപാട് ഇൻകം ഇന്ന് വാങ്ങിയിട്ടുണ്ട്.
ഇന്നലെ ഇന്നലത്തോട് കൂടിയിട്ട് PDF എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം എന്ത് ചെയ്ത് എന്റെ ഫില്ലായി. അപ്പോ അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അതേപോലെ പെർഫോമൻസ് ലോയൽറ്റി, സ്റ്റാർ ലോയൽറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻകം എനിക്ക് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വാങ്ങിയെടുക്കാൻ കഴിഞ്ഞ എന്താ, ഇത് കറക്റ്റ് ചെയ്ത് പോരുക. ഹോം മീറ്റിംഗ് വെക്കാൻ പറയുന്ന സമയത്ത് ഒരാളും അതിന് വലിയ മുൻഗണന കൊടുക്കൂല. ലിസ്റ്റ് ആക്കാൻ പറയുന്ന സമയത്ത് ലിസ്റ്റ് ആക്കുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ബാക്കോട്ട് നിങ്ങളെ കൂടെ ആള് വരാത്തതുണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എടുക്കാത്തതുണ്ടോ, അവിടെ മാറേണ്ടത് അവരല്ല, നമ്മളാ. നമ്മൾ എന്തുകൊണ്ടാണ് പല ആളുകളോടും പറഞ്ഞിട്ട് അവര് പ്രൊഡക്റ്റ് എടുക്കാത്ത, അല്ലെങ്കിൽ അവര് ഈ ഒരു ഇതിലേക്ക് വരാത്ത ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സംശയിക്കണം. നമ്മളിൽ ഉള്ള നെഗറ്റീവ് നമ്മൾ കണ്ടെത്താൻ. ഞാനൊരു GTS എടുക്കുകയാണ്, അല്ല പിന്നെ MC ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ ലീഡറോട് ചോദിക്കുക ആദ്യം എന്താ അറിയോ, നിങ്ങൾ നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പറയും. അവിടെ നമ്മളെ കുഞ്ഞാപ്പാക്കാൻ വലിയ പൊന്തിച്ച് പറഞ്ഞുകൊണ്ട് നമ്മക്കൊന്നും കിട്ടാനില്ല. അതേ സമയം ലീഡർ എടുത്ത് ചോദിക്കുക എന്ത്, ഇന്റെ സംസാരത്തിലുള്ള നെഗറ്റീവ് ഒന്നും കൂടി പറയും. അങ്ങനെ നിങ്ങളും എന്ത് ചെയ്യുക, നമ്മളെ നെഗറ്റീവുകൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രമിക്കുക. അതാണ് ഏറ്റവും വലുത്. അപ്പൊ അത് എന്താണോ നമുക്ക് മാറ്റം വരുത്താനുള്ളത്, നമ്മൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓക്കെ, ഒക്കെ സെറ്റായി. അപ്പൊ ആ രീതിയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് പോവാം. ഏതായാലും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, പ്രവർത്തിക്കുക, വിജയങ്ങളെ കൂടെ ഉണ്ടാവും. ഓക്കെ.